ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിട്ട് തീരും. ആരാധനാ വത്സരത്തിലെ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മംഗളവാർത്താക്കാലം. അതേപോലെ തന്നെ 25 നോമ്പ് നമ്മളിന്ന് ആരംഭിക്കുകയാണ്. ഈ ഒരു പുതിയ വർഷത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട്, വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഈ 25 നോമ്പ് ആത്മാർത്ഥമായിട്ട് എടുക്കുക. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ആർക്ക് വേണ്ടിയാണ്? എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേ. എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ജനിക്കുവാൻ തക്ക വിധം എൻ്റെ ഹൃദയത്തെ ഒരുക്കുന്ന കാലഘട്ടമായത്. ഹൃദയം ഒരുങ്ങിയാൽ ഈ ഹൃദയത്തിൽ എൻ്റെ ദൈവം വന്ന് പിറക്കുമ്പോഴാണ് ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തെ ധന്യമായിട്ട് തീരുന്നത്, നമ്മുടെ ജീവിതം അനുഗ്രഹം നിറഞ്ഞതായിട്ട്. അതുകൊണ്ട് ഈ 25 നോമ്പ് സാധിക്കുന്ന എല്ലാവരും ത്യാഗത്തോടുകൂടി ഏറ്റെടുക്കുവാനായിട്ട്, എല്ലാ ദിവസവും സാധിക്കുന്നവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ഓരോ ദിനവും ആരംഭിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ വചനത്തിൽ ഈശോ ഒരു ശിക്ഷ കൊടുക്കുക, അല്ലേ? ആർക്കാണ് കൊടുക്കുന്നത്? സക്രിയായ്ക്ക് കൊടുക്കുക. സക്രിയ ആരായിരുന്നു? അവൻ്റെ പുരോഹിതനായ സക്രിയായ്ക്ക് ദൈവം ഒരു ശിക്ഷ കൊടുക്കുകയാണ്. നീ മിണ്ടാതിരിക്കേ. എന്തുകൊണ്ടായി ശിക്ഷ? ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുവാനായിട്ട് അവന് സാധിച്ചില്ല. ഒരു പുത്രനെ ലഭിക്കുമെന്ന് ഒരു വചനം ലഭിച്ചിട്ടും ആ വചനം വിശ്വസിക്കുവാനായിട്ട് പുരോഹിതനായ സക്രിയായ്ക്ക് സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ ദൈവം ഒരു ശിക്ഷ കൊടുക്കുക. നീ മിണ്ടാതിരിക്കെ. ഇത് സംഭവിക്കുന്നത് വരെ നീ മിണ്ടാതിരിക്കണം. നീ മൂകനായിട്ട് ജീവിക്കണം. വിശ്വാസ ജീവിതത്തിലെ കുറവിന് കൊടുക്കുന്ന ശിക്ഷ, സ്നേഹമുള്ളവരെ, ഇത് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ബഹളങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുറ്റുപാടും ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, അല്ലേ? എപ്പോഴും സ്വരങ്ങളാണ്, സൗണ്ടുകൾ നിറഞ്ഞ ഒരു ലോകം. ഈ ബഹളം വെച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ശാന്തമായിട്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ദൈവം എന്നോട് പറയുന്നത്, നിന്റെ വിശ്വാസ ജീവിതത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? നീ ഒന്ന് ശാന്തമായിട്ടിരിക്കണം. ബഹളങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് മാറി ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ പറ്റുന്നത്. വിശ്വാസ ജീവിതത്തിലെ കുറവ് കൃത്യമായിട്ട് മനസ്സിലാക്കി അവ പരിഹരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അതിന് ശാന്തമാവണം. ശാന്തമാകാതെ എത്ര ബഹളം വെച്ച് മുന്നോട്ട് പോയാലും നമുക്ക് വിശ്വാസ ജീവിതത്തിലെ കുറവ് പരിഹരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ്. അടങ്ങിയിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. 5 മിനിറ്റ് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്നില്ല. മറിച്ച് ഇഷ്ടംപോലെ പരിപാടികൾ വെച്ചോ. നമ്മളൊക്കെ ഉണ്ട്, എല്ലാ പരിപാടിക്കും നമ്മൾ ആക്റ്റീവായിട്ടുണ്ട്, ഫ്രണ്ടിലുണ്ട്. കാരണം നമുക്കിത് ഇഷ്ടമുള്ള കാര്യം. പക്ഷേ ശാന്തമായിട്ടിരുന്ന് 5 മിനിറ്റ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ നമുക്കത് പറ്റുന്നില്ല. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് സ്നേഹമുള്ളവരെ. എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയുന്നത്, വിശ്വാസ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കപ്പെടുന്നത് ഈ ശാന്തതയിലാണ്. ബഹളം വെച്ച് ജീവിക്കേണ്ടവരല്ല. ബഹളമൊക്കെ വേണം കേട്ടോ, ഇഷ്ടംപോലെ പരിപാടികളാണ്. പക്ഷേ ഈ പരിപാടികൾക്കിടയിൽ എൻ്റെ വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത്. ആ വിശ്വാസ ജീവിതം നേടിയെടുക്കാനായിട്ട് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട്, അവനുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ? ഒറ്റ ശിക്ഷയേ ഉള്ളൂ. എന്ത് ചെയ്യണം? നീ ശാന്തമായിട്ടിരുന്ന് ഈ ലോകത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കേ. ആ കുറവുകൾ പരിഹരിച്ച് അവൻ്റെ വചനം മനസ്സിലാക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. നിനക്ക് സന്തോഷത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബഹളങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് ശകലമൊന്ന് മാറി നിൽക്കുവാനായിട്ട്, ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ കുറച്ചുകൂടി സമയം ഇരിക്കുവാനാണ്. പ്രത്യേകിച്ച് ഈ 25 നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ കുറച്ച് സമയം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് കണ്ടെത്തുവാനായിട്ട്, തമ്പുരാനുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.